ശബരിമലയിൽ ജയകുമാറിനെ കൊണ്ടുവന്നത് ചുമ്മാതല്ല. ഈ വിശ്വാസി അല്ലെങ്കിലും പിണറായി ഇടയ്ക്കിടയ്ക്ക് കബഡി നിരത്താൻ പോകും. അതിൽ കാണിക്കുന്ന ചില ശനിദശകളുണ്ട്. അത് ആരെങ്കിലും കൊണ്ട് ഒന്ന് മാറ്റിക്കണം. പാപപരിഹാര ക്രിയയായിട്ടാണ് ജയകുമാറിനെ ശബരിമലയിൽ എത്തിച്ചത്. അതായത് അയ്യപ്പന്റെ ശാപമുണ്ട് എന്ന് മനസ്സിലാക്കി അതില്ലാതാക്കിയാലേ 3.0 പിണറായി 3.0 ഉണ്ടാകും. ഇപ്പൊ ജയകുമാർ വന്നത് ചുമ്മാതല്ല. ശബരിമല അങ്ങ് നന്നാക്കി കളയാമെന്നോ ശബരിമലയിലെ ഭക്തരെ അങ്ങ് ഭക്തർക്ക് എല്ലാ കൃത്യമാക്കി കൊടുക്കാനോ എന്ന് വിചാരിച്ചിട്ടല്ല വന്നത്. മുഖ്യന്റെ പാപപരിഹാരങ്ങൾ തീർക്കാൻ വേണ്ടി വന്ന ഒരു ആളാണ് ജയകുമാർ. അങ്ങനെ എഴുതേണ്ടേ? അതല്ല ഞാൻ വിചാരിച്ചത്, ഈ IMGയിലെ ചതുർവിഭവ സമൃദ്ധമായ സദ്യയാണ്. 3 പായസമൊക്കെ കൂട്ടിയുള്ള ഊണാണ്. അതുപോലുള്ള ഒരു പൂതി കൊണ്ടും അതങ്ങനെ തന്നെ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി വരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശബരിമലയിൽ ഈ ഭക്തലക്ഷങ്ങൾക്കെന്ന പേരിൽ അവിടെ സദ്യ ഒരു കാര്യവുമില്ലാതെ ഒരുക്കിയതെന്നാണ് എൻ്റെ വിശ്വാസം. അതായിരുന്നു. ഇപ്പോഴല്ലേ അതിൻ്റെ സംഗതി ഗുട്ടൻസ് പിടികിട്ടിയത്. ഇതിനകത്ത് ഒരുപാട് ഒളിച്ചുകളികളുണ്ട് ധന്യ. നമ്മളറിയാത്ത പല കളികളും ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. അതായത് ഈ കണ്ടിന്യൂറ്റി വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആഗോള സംഗമത്തിൽ ആരംഭിക്കുന്നു. ഇനി ആഗോള സംഗമം നടത്തി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞിട്ടുള്ളതാണ്. യുവതീ പ്രവേശനം നടത്തി നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള ധർമ്മശാസ്താവിനെ നമ്മുടെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പരിവാരങ്ങളും കൂടി ചേർന്ന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് വമ്പിച്ച കോപവും ശാപവും താപവും ഒക്കെ ഉണ്ടാക്കി. അങ്ങനെ പിണറായി വിജയനെ ശപിച്ചുത്രേ. അതായത് നീ പിണറായി 3 എന്ന അവസ്ഥ പ്രാപിക്കാതിരിക്കട്ടടാ. ഉള്ള പെണ്ണുങ്ങളെയെല്ലാം കൂടി ഇങ്ങോട്ട് വന്ന് വേറെ എങ്ങും കൊണ്ടുപോകാനില്ലായിരുന്നു. അവിടെ ഈ പറയുന്ന ലൈംഗിക ദാരിദ്ര്യം അനുഭവിച്ചു കൊണ്ട് നടക്കുന്ന കുറേയേറെ ആൾക്കാരുണ്ടല്ലോ. അവരുടെ മുമ്പിലല്ലേ കൊണ്ടുവന്ന് വെക്കേണ്ടത്. ഞാൻ പറയുന്നത് ഏതെങ്കിലും വ്യക്തിയുടെ പേരെടുത്തുകൊണ്ടല്ല. എൻ്റെ ദൈവമേ, എനിക്ക് ആവശ്യമില്ലാതെ സംസാരിച്ച് കോടതി പോകാൻ കോടതിയല്ല, ഞാൻ കോടതിയുടെ ശിക്ഷ അനുഭവിച്ച് ജയിലിൽ പോകാൻ താല്പര്യമില്ല. അങ്ങനെ ഒരു രാഹുൽ ഈശ്വരനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലേ. അപ്പം ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരെടുത്തല്ല. ഞാൻ പറഞ്ഞല്ലോ 100%. അപ്പം അതുകൊണ്ട് അവിടെയൊക്കെ കടന്നു ഒരുപാട് പേരുണ്ടല്ലോ ഇതിനു വേണ്ടി കടന്ന് എന്താ പറയുക, വലിയ ആർത്തി കാണിക്കുന്ന ആൾക്കാർ, ആർത്തി പണ്ടാരങ്ങൾ. ഇവിടെ ഒന്നുമില്ല. ഇതിൽ നിന്നെല്ലാം ഓടി ഒളിച്ചുകൊണ്ട് ഞാൻ എന്ത് വേണമെങ്കിലും കിട്ടുമായിരുന്ന ഒരു ഭൗതിക സാഹചര്യത്തിൽ നിന്ന് ആത്മീയതയുടെ ഈ ഗൗരീശങ്കര ശേഖരത്തിലേക്ക് ഞാൻ വന്നത് ഇതിൻ്റെ കാനനത്തിൻ്റെ വന്യ ശാന്തത അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ശൂന്യത അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇവിടെയൊക്കെ പിടിച്ച് എൻ്റെ മുമ്പിലോട്ട് കൊണ്ടുവന്നത് എന്തിനാ? ഞാൻ അവരെയും ശപിക്കും, നിന്നെയും ശപിക്കും. അതുകൊണ്ട് നീ പിണറായി 3 എന്നുള്ള അവസ്ഥയിലേക്ക് നീ പോവില്ല. ഇവിടെ തന്നെ നീ പൊട്ടി തീരും എന്നൊരു ശാപം പോകും. അതെ, എങ്ങനെയാണ് കണ്ടെത്തിയത് കബഡി നിരത്തി കണ്ടെത്തിയതാണ്. അവിടെ കണ്ണൂരെങ്ങാണ്ടുള്ള MP ഗോവിന്ദൻ പോയി കണ്ട ഒരു ജ്യോത്സ്യനുണ്ടല്ലോ. ആ ജ്യോത്സ്യനാവുന്നത്, എൻ്റെ സ്വാമി എനിക്കൊന്ന് 3ാമത്തെ തവണയും കൂടി ഇരുന്നേ പറ്റൂ. ഇനി എന്താ വേണ്ടത്? പാപപരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ അപ്പൊ നീ അവിടെ ഒരു സംഗമം നടത്തി നല്ല സദ്യ ഒരുക്കി കൊടുക്കുക അവിടെ. സാർ, ഇത് പ്രശ്നച്ചാർട്ടിലെ വിവരങ്ങൾ ഇങ്ങനെയാണ്. ഗുരുതരമായിരുന്നു വിവരങ്ങൾ. പ്രശ്നച്ചാർട്ടിലെ വിവരങ്ങൾ. ദൈവാനുഗ്രഹം വളരെ കുറഞ്ഞു. മുജ്ജന്മ പുണ്യം അമ്പയെ തീർന്നു. അത് പറത്തിക്കണ്ടു. മുജ്ജന്മ പുണ്യമൊക്കെ തീർന്നു. ആരോഗ്യസ്ഥിതി മോശമായി. മാനസിക അസ്വസ്ഥ്യവും മറ്റു രോഗങ്ങളും മൂർച്ഛിച്ച് ദീർഘകാല കിടപ്പുരോഗിയായി നരകിക്കുവാനും ബന്ധുജനങ്ങൾക്ക് ദുർമരണം വരെ സംഭവിക്കുവാനുള്ള യോഗമുണ്ട്. ഇതിനെല്ലാം പുറമെ രാശിക്കാരന് സ്ഥാനഭ്രംശവും കാരാഗ്രഹവാസവും വരെ സംഭവിക്കാം. മക്കൾക്കും കുടുംബത്തിനും നാശം സംഭവിക്കാമെന്നും പ്രശ്നത്തിൽ തെളിഞ്ഞു. ബ്രഹ്മരക്ഷസിന്റെ ശാപവും ശാസ്താവിന്റെ വർദ്ധിച്ച കോപവുമാണ് ഈ ദോഷങ്ങൾക്ക് കാരണമായി പ്രശ്നചിന്തയിൽ കണ്ടത്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കടുത്ത കോപത്തിന്റെ പരിഹാരമായി പിണറായി മുൻപ് നടത്തിയ അയ്യപ്പ സംഗമം, ഗോശാല നിർമ്മാണം തുടങ്ങിയ ശ്രമങ്ങളെല്ലാം ദൈവകൃപയുടെ അഭാവത്തിൽ പാളി. മുഖ്യമന്ത്രിയുടെ ജീവനും ആരോഗ്യവും അധികാരവും നിലനിർത്താനുള്ള പരിഹാരമായി തന്ത്രി നിർദ്ദേശിച്ചത് ഞെട്ടിക്കുന്ന ക്രിയയാണ്. പാളിപ്പോയ അയ്യപ്പ സംഗമത്തിലെ സദ്യയൂട്ട് വീണ്ടും നടത്തി. ശബരിമലയിൽ വന്ന അയ്യപ്പ ഭക്തരെ കൊണ്ട് പാപഭോജനം, അതായത് പാപം വീതിച്ചെടുക്കൽ നടത്താനാണ് ഉപദേശിച്ചത്. വിശദീകരണമുണ്ട്. വന്നവരെല്ലാം നല്ല സ്വാദാണ് പായസം എന്നൊക്കെ പറഞ്ഞു പോയി. എല്ലാം പാപത്തിന്റെ പാപം
തട്ടി. ഇനി അവരുടെ കുടുംബത്തിനാണ് അതിന്റെ ദുര്യോഗം വരാൻ തീർന്നില്ല. ശബരിമലയിലെ അന്നദാനത്തിൽ ഇപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന സദ്യക്ക് പിന്നിലും കവടി നിരത്തി കണ്ട പാപപരിഹാര ക്രിയ എന്നാണ് റിപ്പോർട്ട്. ധർമ്മശാസ്താവിന്റെ കോപം പരിഹരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിവിധിയായി ജ്യോതിഷന്മാർ ഉപദേശിച്ചിരിക്കുന്നത് പാപം വീതിച്ചു നൽകാനുള്ള കർമ്മമാണ്. ഇതിന്റെ ഭാഗമായി പാളിപ്പോയ അയ്യപ്പ സംഗമത്തിലെ സദ്യയൂട്ട് വീണ്ടും ശബരിമലയിൽ വരുന്ന അയ്യപ്പന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് തീരുമാനം. ഈ സദ്യയിലേക്ക് പേരിനൊരു ചെറിയ തുകയ്ക്കുള്ള എള്ള് മുഖ്യമന്ത്രി കുടുംബവും നൽകും. ഇതുവഴി ശനിദോഷങ്ങൾ ഭക്തരിലേക്ക് വീതിച്ചു പോകുമെന്നാണ് സങ്കല്പം. പോയി കഴിച്ചേക്കല്ലേ. ആളുകളെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി ചതുർവിഭവം 3 പായസം ഉണ്ടെന്ന് പറഞ്ഞു, വാ വാ കഴിക്ക്. ഇവനെല്ലാം പാവം കഴിച്ചോണ്ടാ കുടുംബമൊക്കെ ചെയ്തതിന്റെ പാവപ്പെട്ട അയ്യപ്പ ഭക്തരുടെ തലയിലേക്ക് കെട്ടിവെക്കുന്നു. തീരുമേ കുടുംബത്തോടെ തീരുമേ. ദൈവമേ കഴിക്കല്ലേ അത് സദ്യ. ഇനിയും തീർന്നില്ല. ഈ പാപം വീതിച്ചു നൽകൽ വഴി ദേഹാസ്വാസ്ഥ്യവും അസുഖങ്ങളും സാമ്പത്തിക നഷ്ടമായ തൊഴിൽ നഷ്ടമായും ഭക്തജനങ്ങൾ പിണറായി വിജയന്റെ പാപങ്ങൾ ഏറ്റുവാങ്ങേണ്ട ഗതികേടിലാകും. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ അന്നദാനത്തിൽ നൽകുന്ന ഭക്ഷണത്തിൽ എള്ള് ചേർക്കാൻ സാധിക്കുമോ എന്ന് അധികൃതർ അന്വേഷിച്ചിരുന്നതായി സൂചനയുണ്ട്. എള്ള് കൊടുക്കണം, എന്നാലേ ഈ പാപം വീതിച്ചു പോവുള്ളൂ. പിണറായി കുടുംബവും എള്ള് ശബരിമലയിൽ കൊടുക്കണം. നമ്മൾ ഈ വായിക്കരി എന്ന് പറയുന്ന സാധനത്തിനൊക്കെ എള്ളി ചേർക്കും. അപ്പൊ ഈ ആഹാരത്തിൽ എവിടെയെങ്കിലും എള്ള് ചേർക്കും. പിന്നെ തന്നെ ഞാനൊരു കാര്യം പറയാം, എല്ലാവരും പറയുന്ന കാര്യം, എനിക്ക് അനുഭവസിദ്ധമായിട്ടൊരു കാര്യം, അയ്യപ്പന്റെ അടുത്ത് കളിച്ചു കഴിഞ്ഞാൽ വിവരം. ഇത് മാത്രമല്ല സാർ, ഇതും കൂടെ കേൾക്കണം സാറ്. പിന്നെ ഈ ടെൻഡർ നടപടികൾ കാറ്റിൽ പറത്തി ധൃതിപ്പെട്ട് സദ്യ വിളമ്പാനുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന്റെ ശ്രമങ്ങൾ ഈ അഷ്ടമംഗല്യ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ആരോപണം. അയ്യപ്പ സ്വാമിയെ തൊഴുത് പുണ്യം നേടാൻ ശബരിമലയിൽ എത്തുന്ന ഭക്തജനങ്ങളിലേക്ക് ഭരണകർത്താക്കളുടെ പാപം അടിച്ചേൽപ്പിക്കുന്നത് കടുത്ത അനീതിയാണെന്ന വിമർശനവും ഉണ്ട്. അപ്പോ ജയകുമാർ വന്നത് പിണറായിയുടെ പാപം പാവപ്പെട്ട അയ്യപ്പ ഭക്തരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ആരോപണമാണ് ഇപ്പൊ ഉയരുന്നത്. അപ്പൊ വെറുതെ അല്ല വന്നത്. ഇതാണ് സോഷ്യലിസം, പാപത്തിന്റെ തുല്യമായ വിതരണം. അതല്ലേ സോഷ്യലിസം എന്ന് പറയുന്നത്. സോഷ്യലിസം എന്തുണ്ട് തന്നെ? ഇതാണ് സോഷ്യലിസ്റ്റ് രീതിയാണ്. മാതൃകയില് ഭക്തജനങ്ങളെ കിട്ടുന്ന ചോറിൽ എല്ലാം ഉണ്ടെങ്കിൽ തീരുമാനിച്ചോ, അത് പിണറായിയുടെ മക്കളും കുടുംബവും ചെയ്ത പാപത്തിന്റെ ഫലം നമ്മളും കൂടി അനുഭവിക്കുന്നു. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം, എനിക്ക് അനുഭവ ബോധ്യമുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ പറയാം, ഐ ആം കൺവിൻസ്ഡ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വിവരം അറിഞ്ഞു, മനസ്സിലായോ? വിവരം അറിഞ്ഞു. ദൂരദർശനം ഞാൻ ഈ സംവാദം ചെയ്തുകൊണ്ടിരിക്കും. ഇടയ്ക്ക് ഞാൻ എന്തോ പറഞ്ഞ അയ്യപ്പനെ ഒന്ന് കളിയാക്കി, ഒട്ടും പ്രതീക്ഷിക്കാതെ എല്ലാം വെൽ സെറ്റ് ആയതിൻ്റെ ആ ന്യൂസ് ബുള്ളറ്റിൻ അന്നത്തെ ദിവസം മുഴുവൻ കുളമായി തീർന്നു. യാദൃച്ഛികമാവാം, അല്ലായിരിക്കാം. പക്ഷേ എനിക്ക് പിന്നെ അയ്യപ്പനെ എന്തെങ്കിലും പറയാൻ പേടിയുണ്ട്, സത്യം പറയാം. അതുപോലെ തന്നെ അയ്യപ്പ ക്ഷേത്രം കത്തിച്ച് ആൾക്കാർ വളരെ ദുരന്തമായിട്ടുള്ള മരണമാണ് അവരെ തേടിയെത്തിയത്. ദുരന്തമായിരുന്നു. അയ്യപ്പ വിഗ്രഹം പണ്ട് കാട്ടിൽ പോയി തകർത്ത എസ്റ്റേറ്റ് ഉടമകളെ ഒരുപാട് ഉദാഹരണങ്ങൾ എല്ലാവരും പറയുന്നുണ്ട്, പലരും പറയുന്നുണ്ട്. അതെല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് ബോധ്യമായ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് അയ്യപ്പൻ്റെ അടുത്ത് കളിച്ചാൽ അത് തീക്കളിയായിരിക്കും. അതുപോലെ തന്നെയാണ് തമിഴ്നാട്ടിലെ മുരുകൻ്റെ അടുത്ത് കളിച്ചാലും. ഇതിപ്പോൾ അതിന് മുതിർന്നിട്ടുണ്ട് നമ്മുടെ MK സ്റ്റാലിൻ. അതും അനുഭവിച്ചു തീരാൻ പോവാണ്. ഇപ്പം തന്നെ ആരോഗ്യസ്ഥിതി വലിയ അപകടത്തിലാണ്. ഇനി അടുത്ത ഒരു തവണ സ്റ്റാലിൻ തമിഴ്നാട് ഭരിക്കില്ലെന്ന് ഉറപ്പാണ്. അതുപോലെ തന്നെ ഈ അയ്യപ്പൻ്റെ പേരിൽ ഇത് പാപപരിഹാരക്രിയയാണ് നടത്തുന്നതെങ്കിലും തീർച്ചയായിട്ടും ഇനിയൊരു ഊഴം ഉണ്ടാവാനുള്ള സാധ്യത അയ്യപ്പനോട് കളിച്ചതുകൊണ്ട് ഇനി എത്ര പാപപരിഹാരങ്ങളും പ്രായശ്ചിത്തങ്ങളും നടത്തിയാലും ആ ചെയ്ത പാപത്തിൻ്റെ പരിഹാരമാവുന്നില്ല. കാരണം അയ്യപ്പ വിശ്വാസത്തിൻ്റെ കടക്കലാണ് യുവതീ പ്രവേശനം വഴി പിണറായി വിജയൻ കത്തിവെച്ചിരുന്നത്.